السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عبد الله بن عمر رضي الله عنهما قال أن النبي صلى الله عليه وسلم كان إذا أراد حاجة لا يرفع ثوبه حتى يدنو من الأرض. റവാഹു അബൂ ദാവൂദ് വത്തുർമുദിയു റഹ്മത്തുള്ളാഹി അലൈഹിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു വീട്ടിൽ കാർക്കശ്യക്കാരനായൊരു ഉപ്പുണ്ടായിരുന്നു അത്രേ. ഒരു വേള ഉപ്പ എന്തോ കാര്യത്തിന് വേണ്ടി പുറത്തു പോയപ്പോൾ ഉമ്മ മക്കളോട് പറഞ്ഞു, മക്കളെ എന്നും ഉപ്പല്ല, അതുകൊണ്ട് അരി കഴുകാതെ തന്നെ ചോറ് വെക്കാം. ഇതുപോലെ നിയന്ത്രിക്കാൻ ആരുമില്ലെങ്കിൽ പിന്നെ എന്തുമാകാം എന്ന് തോന്നുന്ന 2-3 ഇടങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ബാത്റൂമും, മറ്റൊന്നും ബെഡ്റൂമും. ഇവിടെ നമുക്ക് അള്ളാഹു അനുവദിക്കപ്പെട്ട എല്ലാ രംഗങ്ങളും ഉപയോഗിക്കാവുന്നത് പോലെ തന്നെ ചില പ്രത്യേകമായ പരിധികൾ പ്രൈവസിക്കുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ തന്നെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, ഇയ്യാക തഗ്രിയു ഫഇന്നമാകും മിനൽ ലാ യുഫാരിഖുകും ഇല്ലാ ഇൻദൽ ഗായിതി. നിങ്ങൾ പൂർണ്ണമായും നഗ്നരാകുന്നത് സൂക്ഷിക്കണം കേട്ടോ. കാരണം നിങ്ങളെ ലാ യുഫാരിഖുകും പിരിയാത്ത ചില ആളുകളുണ്ട്. ഇൻദൽ ഗായിതി ഇല്ലാ ഇൻദൽ ഗായിതി വഹീന യുഫീലു അർറജുലു ഇലാ അഹ്ലിഹി. തൻ്റെ ഭാര്യയുടെ അടുക്കൽ പ്രവേശിക്കുമ്പോഴും മലമൂത്ര അവസരങ്ങൾക്ക് വേണ്ടി പ്രവേശിക്കുമ്പോഴും അല്ലാത്ത എല്ലാ സന്ദർഭങ്ങളിലും നിങ്ങളെ പിരിയാത്ത ചില ആളുകൾ നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഫസ്തഖിയൂഹും വഅക്രിമൂഹും, നിങ്ങൾ ലജ്ജയുള്ളവരും അവരെ മാനിക്കുന്നവരുമായിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് മലക്കുകളെയാണ്. സാമീപ്യം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അതിന് എല്ലാ രംഗത്തും ഔറത്ത്, പ്രത്യേകിച്ച് ഇന്നത്തേക്ക് കാലത്ത് മുഴുവനൊക്കെ മുമ്പ് മുട്ടിന് താഴെയുള്ള ട്രൗസറുകളാണ് ധരിച്ചിരുന്നെങ്കിൽ ഇന്ന് കയറി മുട്ടുപോലും അറിയാത്ത ട്രൗസറുകൾ വലിയ വലിയ ആൾക്കാർ വരെ ധരിക്കുന്നുണ്ട്. നഗ്നത എന്ന് പറഞ്ഞാൽ കേവലം ഭാഗികമായ എവിടെയോ ചിലത് മാത്രം മറച്ചാൽ മതി എന്ന് കരുതുന്ന ആൾക്കാർ ജീവിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൊട്ടുപൊക്കളിന്റെ ഇടയിലുള്ളത് നിർബന്ധമായും മറച്ചിരിക്കണം. അതിന്റെ താഴെ നേരിയാടി വരെ പോകാം. മുകളിൽ ആകുന്നത് ഏതും അനുവദിക്കപ്പെടുന്നതാണെങ്കിൽ കുഴപ്പമില്ല, അതല്ലാത്തതൊക്കെ സൂക്ഷിക്കണം. പഴയ കാലത്തൊക്കെ ഒരു ഒറ്റ മുണ്ടെടുത്ത് നിസ്കരിച്ചപ്പോൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാടില്ല, തോളിൽ എന്തെങ്കിലും മറവുണ്ടാകണം. അതുപോലെ തന്നെ ഇനി എന്തുമാകാം എന്ന് വിചാരിക്കുന്ന ഇടങ്ങളാണ് ബാത്റൂമും അതുപോലുള്ള കാര്യങ്ങളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലം എന്താണ് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് കാണുന്ന ഹദീസാണുള്ളത്. കാന ഇദാ അറാദ ഹാജത്തൻ, ഏതെങ്കിലും ഒരു ആവശ്യത്തിന്, മലമൂത്ര വിസർജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ആവശ്യം നേരിട്ടാൽ ലാ യർഫഉ സൗബഹു, അദ്ദേഹം തന്റെ വസ്ത്രം ഉയർത്താറില്ല, ഹത്താ യദ്നുവ മിനൽ അർളി, ഭൂമിയിൽ മുട്ടിയതിന് ശേഷമല്ലാതെ. ഇപ്പൊ ക്ലോസറ്റും സംവിധാനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അവിടെ എത്തി എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ വസ്ത്രം പൊക്കാതെ ആയിരിക്കണം മലമൂത്ര വിസർജനം നിർവഹിക്കപ്പെടേണ്ടത് എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അത് ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്, എന്നാൽ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഇടങ്ങളും മറ്റു കുളക്കടവുകൾ, ഓപ്പൺ സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളും പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ശീലിക്കാനും പാലിക്കാനും നാം ശ്രമിക്കുക. എല്ലാ രംഗത്തും ഔറത്ത് വെളിവാകാതെ ഇരിക്കാൻ. നമുക്കറിയാലോ, ഒരു സഹോദരിക്ക് അപസ്മാരം ഉണ്ടായിട്ട് റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. റസൂൽ പറഞ്ഞു, ഇതുകൊണ്ട് ക്ഷമിക്കുകയാണെങ്കിൽ കൂലി കിട്ടും. അപ്പൊ റസൂലെ, ഞാൻ അപസ്മാരം ഉണ്ടാകുമ്പോൾ എൻ്റെ ഔറത്ത് കാണും, അതില്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. റസൂൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അവർ മരിക്കുന്നത് വരെ അപസ്മാരം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനും സഹിക്കാനും കഴിഞ്ഞു. അതുവഴി സ്വർഗത്തിലെത്താൻ പറ്റി. അവിടെയും ഔറത്തിന്റെ കാര്യം പ്രത്യേകമായി എടുത്തു പറഞ്ഞു എന്നുള്ളതാണ് ശ്രദ്ധേയം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രംഗത്തും സൂക്ഷ്മത കൈവരിക്കുന്നവരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ.
അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രയാസപ്പെടുന്നവരുമായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയം വരെ ആ തഖ്വ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ പ്രവിശാലമായ അവന്റെ ഖൈറും ബർക്കത്തും വർഷിച്ച് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസാലികളും സുദ്ദീഖുകളും ശുഹദാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമുക്ക്, നമ്മുടെ മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.